ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ 3 പേരും പാടിരിക്കുന്നത് അക്കുന് അലോഷിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടോ. സത്യം പറഞ്ഞാൽ അവർക്ക് ഈ സർപ്രൈസ് എന്താന്ന് പോലും അറിയില്ലെന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. എങ്കിൽ കൂടെ ഞങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം അവർക്ക് കുഞ്ഞൊരു സർപ്രൈസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ സർപ്രൈസ് ഒക്കെ ഞങ്ങൾ വാങ്ങിയത് വീഡിയോ ഫുള്ള് കണ്ടതിന് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സർപ്രൈസ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കസിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തിരുന്ന അമ്മായിയുടെ മോളാണ്. അപ്പോൾ അവൾ ഇത് ഒക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി വരുന്ന വഴിക്ക് നല്ല അടിപൊളി സ്ഥലങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ നിർത്തിയിട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഞങ്ങൾ അമ്മായിയുടെ വീട്ടിലേക്ക് നടന്നു പോയിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ, ഏട്ടന്മാരുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുക, ആ കത്തോട് വഴി ഇങ്ങനെ പറഞ്ഞിട്ടാണ് അത് കൂടെ പോവുക, ഇങ്ങനെ പോകാന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ അക്കൂനും കണ്ണേട്ടനും പഴയ കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും അക്കൂന് ഭയങ്കര തോരായിട്ട് അത് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ വീട്ടിൽ വന്നപ്പോൾ അത് തുറക്കാൻ വേണ്ടി നോക്കിയിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ പറയുണ്ടായിരുന്നു, ഇത് നമുക്കറിയാം, നമ്മൾ മൂഞ്ചി പോവുള്ളൂ, കാരണം അവർക്ക് ഇത് എന്താണെന്ന് അറിയാനുള്ള ഏജ് ആയിട്ടില്ല കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ഒരു ആഗ്രഹം, എൻ്റെ കണ്ണേട്ടൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഇതൊരു ട്രെൻഡ് അല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മുതൽ. കണ്ണേട്ടൻ്റെ അല്ല, എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ഉണ്ടാക്കാൻ കൊടുത്താട്ടോ ഗൈസ്. അപ്പോൾ ഇത് അവൻ ഇത് അതേപോലെ തന്നെ, അമ്മ ഇത് എന്താ അമ്മ, ഇതാണോ അപ്പോൾ നമ്മുടെ സർപ്രൈസ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അക്കു നോക്കണം, നിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവനെ പറഞ്ഞ് ഹാപ്പിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുകയാണ്, അവന് കുറച്ചേലും മനസ്സിലായി, അമ്മ ഇത് സ്റ്റിക്കറല്ലേ ഇങ്ങനെ ഒട്ടിക്കണത് എന്ന് മനസ്സിലായിട്ട്. ഭാഗ്യം അതേലും മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഞങ്ങൾ ആലോചിച്ചിടത്തേക്ക് വിട്ടു. ആലോചിച്ചിടത്തേക്ക് പോകുമ്പോൾ ഇതിലും വലിയ പ്രതികരണം ഉണ്ടാവും ഞങ്ങൾക്കറിയാം, കാരണം അവന് ഇതിനെക്കുറിച്ച് ഒട്ടും ധാരണ ഉണ്ടാവില്ല, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. പക്ഷെ എങ്കിലും അക്കു പറഞ്ഞു, എടാ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ എന്താ സർപ്രൈസ്? അവന് വണ്ടികളൊക്കെ ഇട്ട് ഭയങ്കര വണ്ടികളാണ് വിചാരിച്ചിട്ട് തോന്നുന്നു. പാവം കണ്ണൊക്കെ അടച്ച് കൈ നീട്ടി നിൽക്കുന്നതൊക്കെ അക്കുവേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അക്കുവേട്ടനോ ഇതല്ലാട്ടോ ഒരുമിച്ചാണ്. അപ്പോൾ അത് അക്കു അങ്ങനെ കൈയൊക്കെ നീട്ടി കൊടുക്കും. അപ്പോൾ അവൻ ഇതെന്താടാ അത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അക്കു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ പൊട്ടിക്കുക അങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ചെയ്തിട്ട് അക്കു എന്നെ സഹായിച്ച് അത് പൊട്ടിച്ചു ഗൈസ്. പൊട്ടിച്ചപ്പോൾ അവൻ അക്കുവിനെക്കാട്ടി അങ്കായത്, ഇതെന്താ സാധനം, അവന് ഒട്ടും തന്നെ മനസ്സിലായില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ഗോപികമായി ഭയങ്കര സർപ്രൈസ് ഇതാവുന്നു കേട്ടോ. അപ്പോൾ ഗോപികമായി അമ്മായി വേഗം വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഓയോ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അക്കു പറഞ്ഞു കൊടുക്കുകയാണ്, ആലോചിക്കുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേർക്കും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലെ അവർ ഹാപ്പി ഒന്നും ആയില്ല, കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള ഏജ് അല്ല. പക്ഷെ ഞാനും ഗോപികൊക്കെ ഹാപ്പി ആയിട്ടോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ബൈ.